ഹായ് ഓൾ, എല്ലാവർക്കും അമിൻജാസ് ഫാമിലിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഞാൻ വന്നിട്ടുള്ളത് നമുക്ക് എല്ലാവർക്കും വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള കുറച്ച് നല്ല ക്ലീനിങ് ടിപ്സ് ആയിട്ടാണ്. അപ്പോൾ എന്നും പറയുന്ന പോലെ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണുന്ന സമയത്ത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള കുഞ്ഞു ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യാനും മറന്നു പോകരുത്. നമ്മുടെ എല്ലാവരുടെയും വീട്ടിലുള്ള ഒരൊറ്റ ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടാണ് ഞാൻ ക്ലീൻ ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ അതിനായിട്ട് നമുക്ക് ആവശ്യമുള്ള ഇതാ ഒരു പേസ്റ്റാണ് കേട്ടോ. അപ്പോൾ വൈറ്റ് പേസ്റ്റിന് എടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. ഫ്രഷ് ആയിട്ടുള്ള പേസ്റ്റ് വേണമെന്നൊന്നും ഇല്ല കേട്ടോ. നമ്മൾ ഉപയോഗിച്ച് തീരാറായിട്ടുള്ള പേസ്റ്റിൻ്റെ കവറൊക്കെ ഉണ്ടെങ്കിൽ അതുതന്നെ മതി. അത് വെച്ചിട്ട് തന്നെ നമുക്ക് ഒത്തിരി കാര്യങ്ങൾ ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഇതിന് മുമ്പ് ഞാൻ പേസ്റ്റ് വെച്ചിട്ടുള്ള ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. കാണാത്തവരുണ്ടെങ്കിൽ അതും കൂടി കണ്ട് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഇന്ന് ഒട്ടും സമയം കളയാതെ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. പേസ്റ്റ് വെച്ചിട്ട് ഞാൻ ആദ്യം ക്ലീൻ ചെയ്തെടുക്കാൻ പോകുന്നത് ഇസ്തിരിപ്പെട്ടിയാണ് കേട്ടോ. അതിൻ്റെ ഈ ഒരു സൈഡിൽ നന്നായിട്ട് തന്നെ കറയൊക്കെ പിടിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇതിന് മുമ്പേ കറ കളഞ്ഞെടുത്തിട്ടുണ്ടായിരുന്നത് സാൻഡ് പേപ്പർ വെച്ചിട്ട് ഉരച്ചെടുത്തിട്ടാണ്. ഇന്ന് ഞാൻ ഈ ഒരു ഭാഗം ക്ലീൻ ചെയ്തെടുക്കുന്നത് പേസ്റ്റ് വെച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ ആ ഒരു കറയുള്ള ഭാഗത്ത് ഞാൻ പേസ്റ്റാക്കി കൊടുത്തിട്ടുണ്ട്. കുറച്ചധികം കറ പിടിച്ചുകൊണ്ട് തന്നെ ഞാൻ കുറച്ചധികം പേസ്റ്റ് ആക്കി കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷം കൈ വെച്ചിട്ട് ആ ഒരു കറയുള്ള ഭാഗത്തെല്ലാം പേസ്റ്റ് നന്നായിട്ട് തന്നെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ടൊരു 5-10 മിനിറ്റോ ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. 10 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഒഴിവാക്കിയിട്ടുള്ള ഒരു ടൂത്ത് ബ്രഷ് വെച്ചിട്ട് ഞാനൊന്ന് ഉരച്ചെടുക്കുന്നുണ്ട്. കുറച്ച് സമയം പിടിച്ചിട്ട് തന്നെയാണ് ഞാനിത് ക്ലീനാക്കി എടുത്തിട്ടുള്ളത്. അതുപോലെ ഇങ്ങനെ ഉരച്ചെടുക്കുന്ന സമയത്ത് ആ ഒരു കളറൊക്കെ മാറി വന്നിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ കുറച്ച് സമയം ഞാൻ ബ്രഷ് കൊണ്ട് ഉരച്ചതിന് ശേഷം പിന്നീട് സ്ക്രബ്ബറാണ് എടുത്തിട്ടുള്ളത്. ചകിരിയുടെ സ്ക്രബ്ബറാണ് എടുത്തിട്ടുള്ളത്. അത് വെച്ചിട്ടൊന്ന് അരിച്ചെടുക്കുമ്പോൾ ആ ഒരു ഭാഗത്തുണ്ടായിരുന്ന അഴുക്കൊക്കെ ചെറുതായിട്ട് എനിക്ക് പോയി കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കുറച്ച് സമയം കൂടി ഞാനിതൊന്ന് അരിച്ചെടുത്തിട്ടുണ്ട്. അതിന് ശേഷം ഞാൻ ഉണങ്ങിയ തുണി വെച്ചിട്ട് തുടച്ചപ്പോൾ ഇതുപോലെ എനിക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. വീണ്ടും ഞാൻ ഈ ഒരു വശത്ത് കുറച്ചുകൂടി ഒന്ന് പേസ്റ്റാക്കി കൊടുക്കുകയാണ്. എന്നിട്ട് ആദ്യം ചെയ്ത പോലെ തന്നെ കറിയുള്ള ഭാഗത്തേക്ക് എല്ലാ പേസ്റ്റും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് ഞാനൊന്ന് അരിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു വശത്തുള്ള അഴുക്കൊക്കെ നല്ല പോലെ തന്നെ എനിക്ക് പോയി കിട്ടിയിട്ടുണ്ട്. ഇനി ഉണങ്ങിയൊരു തുണി വെച്ചിട്ടൊന്ന് തുടച്ചെടുക്കാം. അപ്പോൾ അതാ ഞാൻ ഈ തുടച്ചെടുക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും ആ ഒരു കറയൊക്കെ നല്ല രീതിയിൽ തന്നെ എനിക്ക് പോയി കിട്ടിയിട്ടുണ്ട്. പക്ഷെ ഒത്തിരി സമയം പിടിച്ചിട്ടുണ്ട് കേട്ടോ എനിക്കിതിങ്ങനെ ഒന്ന് ക്ലിയർ ആയിട്ട് കിട്ടാനായിട്ട്. പക്ഷെ ഇതിന് മുമ്പ് ഞാൻ സാൻഡ് പേപ്പർ വെച്ചിട്ടാണ് ക്ലീൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. അത് പെട്ടെന്ന് തന്നെ ക്ലീനാക്കി എടുക്കാൻ പറ്റിയിട്ടുണ്ട്. ഇതിനെ അപേക്ഷിച്ച് എനിക്ക് അതാണ് ഒന്നുകൂടി ഈസി ആയിട്ട് തോന്നിയിട്ടുള്ളത്. കുറഞ്ഞ രീതിയിലുള്ള അഴുക്കൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് ഈ ഒരു രീതിയിൽ ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഇനി ഇന്നത്തെ രണ്ടാമത്തെ ടിപ്പിലോട്ട് പോകാം. അതിനായിട്ട് ഞാനൊരു കുഞ്ഞു ബൗൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട് കേട്ടോ. ഏകദേശം ഒരു 2 സ്പൂണോളം വെള്ളമാണ് അതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതാ ഞാൻ ഇത്രയും വെള്ളം മാത്രമേ എടുത്തിട്ടുള്ളൂ. ഇനി ഇതിലേക്ക് കുറച്ച് പേസ്റ്റാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇത് വെച്ചിട്ട് നമുക്കൊരു കിഡിലൻ ക്ലീനിങ് ടിപ്സ് തന്നെ ചെയ്യാനുണ്ട് കേട്ടോ. അപ്പോൾ അതിനായിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് മോൻ്റെയൊക്കെ ബ്രേസ്ലെറ്റാണ്. നമ്മുടെ വീടുകളിലൊക്കെ ഇതുപോലെ വെള്ളി ആഭരണങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ചില ആളുകൾക്കൊക്കെ രാപ്പനി ഉണ്ടാവാറുണ്ട്. പെട്ടെന്ന് അത് കറുത്തു പോവും. അതൊക്കെ നമുക്ക് പെട്ടെന്ന് ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റുന്നൊരു കിഡിലൻ ടിപ്പാണ് കേട്ടോ. എന്നിട്ട് ഞാൻ ആ ഒരു ബൗളിലേക്ക് ആ ഒരു ബ്രേസ്ലെറ്റ് ഇട്ടതിന് ശേഷം ബ്രഷ് വെച്ചിട്ട് ആ പേസ്റ്റ് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ നന്നായിട്ട് തന്നെ ഞാൻ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. 5 മിനിറ്റോളം ഞാൻ ആ ബ്രേസ്ലെറ്റ് ആ ഒരു പേസ്റ്റിൻ്റെ സൊല്യൂഷനിൽ ഇട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് 5 മിനിറ്റൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ബ്രേസ്ലെറ്റ് ഒന്ന് എടുത്ത് നോക്കാം. അപ്പോൾ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും നല്ല കളറായിട്ട് തന്നെ എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി ജസ്റ്റ് ബ്രഷ് വെച്ചിട്ടൊന്ന് അരച്ചെടുക്കാം. എന്നിട്ട് ഞാൻ ആ ഒരു ബ്രേസ്ലെറ്റിൻ്റെ 2 സൈഡ് ഇതുപോലെ ഒന്ന് ഉരച്ചെടുക്കുന്നുണ്ട്. ഈ ഒരു സൊല്യൂഷനിലൊക്കെ ഡിപ്പ് ചെയ്ത് വെക്കുകയാണെങ്കിൽ ഒത്തിരി സ്ട്രെസ് ചെയ്തിട്ടൊന്നും നമ്മൾ ഉരച്ചെടുക്കണ്ട കേട്ടോ. സിമ്പിളായിട്ടൊന്ന് അരക്കുന്ന സമയത്ത് തന്നെ ആ ഒരു കളർ നല്ല രീതിയിൽ നമുക്ക് ചേഞ്ചായിട്ട് കിട്ടും. വെള്ളിയാഭരണത്തിൻ്റെയൊക്കെ ഒരു കളറ് മങ്ങിക്കഴിഞ്ഞാൽ അതിൻ്റെ ഭംഗി തന്നെ നഷ്ടപ്പെടും. അപ്പോൾ അതുപോലെ കളറൊക്കെ മങ്ങിയിട്ടുള്ള ആഭരണങ്ങളൊക്കെ ഉണ്ടെങ്കിൽ വെള്ളിയാഭരണങ്ങളുണ്ടെങ്കിൽ ഈ ഒരു രീതിയിൽ എല്ലാവരും ഒന്ന് ക്ലീൻ ചെയ്ത് നോക്കൂ കേട്ടോ. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഫൈനൽ ലുക്ക്. നല്ല പോലെ എനിക്ക് കളർ ചേഞ്ച് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു ടിപ്പ് നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുള്ളായി കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇൻഷാല്ലാ നമുക്ക് അടുത്ത ടിപ്പിലോട്ട് പോവാം. ബ്രേസ്ലെറ്റ് ഡിപ്പ് ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു പേസ്റ്റിൻ്റെ സൊല്യൂഷൻ ഉണ്ടല്ലോ, അത് നല്ലൊരു ക്ലീനിങ് സൊല്യൂഷനാണ് കേട്ടോ. അപ്പോൾ ഞാനിതിലേക്ക്
കുറച്ചുകൂടെ വെള്ളം ഒന്ന് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് മിക്സ് ആവാത്ത പേസ്റ്റൊക്കെ കൈ വെച്ചിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. അതിന് ശേഷം നമ്മുടെ എല്ലാ വർക്കും കഴിഞ്ഞതിന് ശേഷം കൗണ്ടർ ടോപ്പിൽ ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണ്. സ്പ്രെഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഉണങ്ങിയ തുണി വെച്ചിട്ടൊന്ന് തുടച്ചെടുക്കുകയാണെങ്കിൽ എത്ര അഴുക്ക് പിടിച്ച കൗണ്ടർ ടോപ്പ് ആയാലും പെട്ടെന്ന് തന്നെ നമുക്ക് ക്ലീനാക്കി എടുക്കാൻ പറ്റും. മാത്രമല്ല നല്ല ഒരു സ്മെല്ലും ആയിരിക്കും കേട്ടോ. പ്രത്യേകിച്ച് നമ്മുടെ കിച്ചണിലൊക്കെ മീനൊക്കെ വാങ്ങി വെക്കുന്ന സമയത്തൊക്കെ നല്ല മീനിൻ്റെ സ്മെല്ലൊക്കെ ഉണ്ടാവാറുണ്ട്. അതൊക്കെ ഇല്ലാണ്ടിരിക്കാനായിട്ട് ഇതുപോലെ ഒരു സൊല്യൂഷനൊക്കെ റെഡിയാക്കി വെച്ചിട്ട് നമ്മൾ ക്ലീൻ ചെയ്യുകയാണെങ്കിൽ നല്ലൊരു സ്മെല്ലായിരിക്കും. ഇനി ഈ ഒരു സൊല്യൂഷൻ വെച്ചിട്ട് ഞാൻ ക്ലീൻ ചെയ്തെടുക്കുന്നത് സാധാരണയായിട്ട് നമ്മൾ കിച്ചണിൽ സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്ന കുറച്ച് ബോട്ടിലുകളാണ്. എത്ര നമ്മൾ ക്ലീനാക്കി കഴിഞ്ഞാൽ സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്നതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ അതിൽ എണ്ണമയോ അഴുക്കൊക്കെ പറ്റാറുണ്ട്. അങ്ങനെ ഏറ്റവും കൂടുതൽ അഴുക്ക് പറ്റിയിട്ടുള്ള 4 ബോട്ടിലാണ് ഞാനിന്ന് എടുത്തിട്ടുള്ളത്. ബോട്ടിലൊക്കെ ക്ലീൻ ചെയ്യുന്ന സമയത്ത് അതിനുള്ളിലുള്ളതെല്ലാം വേറൊരു പാത്രത്തിലേക്കോ അതല്ലെങ്കിൽ പേപ്പറിലേക്കോ ഒക്കെ മാറ്റിയിട്ടാണ് നമ്മൾ ക്ലീൻ ചെയ്യാറുള്ളത്. എന്നാൽ എപ്പോഴും അങ്ങനെ ക്ലീൻ ചെയ്യുക എന്നുള്ളത് കുറച്ച് പാടാണ്. ഈ ഒരു രീതിയിൽ നമ്മൾ ക്ലീൻ ചെയ്യുകയാണെങ്കിൽ അതിനുള്ളിലുള്ള ഒന്നും നമ്മൾ ഒഴിവാക്കുകയും വേണ്ട, ഉള്ളിലേക്ക് വെള്ളം എത്താത്ത രീതിയിൽ തന്നെ നല്ല രീതിയിൽ നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഞാൻ ആ ഒരു സൊല്യൂഷനിൽ ഒന്ന് ഡിപ്പ് ചെയ്തിട്ട് മാത്രമേ ഉള്ളൂ. എന്നിട്ട് നന്നായിട്ട് അത് പിഴിഞ്ഞെടുത്തതിന് ശേഷമാണ് കേട്ടോ ഇതുപോലെ ഒന്ന് തുടച്ചെടുക്കുന്നത്. തുടക്കുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും അഴുക്കൊക്കെ നല്ല പോലെ എനിക്ക് ക്ലിയർ ആയിട്ട് തന്നെ റിമൂവായി കിട്ടിയിട്ടുണ്ട്. ഒറ്റ തവണ തന്നെ നമ്മൾ ഡിപ്പ് ചെയ്താൽ മതി കേട്ടോ. ഒരു തവണ ഡിപ്പ് ചെയ്താൽ തന്നെ 2 ബോട്ടിലുകളൊക്കെ നമുക്ക് ക്ലീൻ ആക്കി എടുക്കാൻ പറ്റും. ആ ഒരു ബോട്ടിലിൻ്റെ എല്ലാ വശവും ഞാൻ ആ ഒരു തുണി വെച്ചിട്ടൊന്ന് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഞാൻ ബാക്കിയുള്ളത് കൂടി ഇതേപോലെ തന്നെ ക്ലീൻ ചെയ്തെടുക്കാൻ കേട്ടോ. ഇതുപോലെ എല്ലാ ബോട്ടിലൊന്ന് ക്ലീൻ ചെയ്തെടുത്തതിന് ശേഷം ഉണങ്ങിയ തുണി വെച്ചിട്ടൊന്ന് തുടച്ചെടുത്താൽ മാത്രം മതി കേട്ടോ. അപ്പോൾ ഇതുപോലെ നമ്മൾ ക്ലീൻ ചെയ്യുകയാണെങ്കിൽ ഒരുപാട് ടൈം നമുക്കവിടെ സേവ് ചെയ്യാൻ പറ്റും. ഞാൻ ഈ സൊല്യൂഷൻ വെച്ചിട്ട് ക്ലീൻ ചെയ്ത് കാണിക്കുന്നത് മിക്സിയാണ്. എത്ര നമ്മൾ ക്ലീനാക്കി സൂക്ഷിച്ച് കഴിഞ്ഞാലും സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്നതുകൊണ്ട് പെട്ടെന്ന് അഴുക്കും എണ്ണമയൊക്കെ ആവാൻ ചാൻസ് കൂടുതലുള്ള ഒരു ഭാഗം തന്നെയാണ് നമ്മുടെ മിക്സി. അപ്പോൾ ആ ഒരു സൊല്യൂഷനിൽ ഞാൻ ഇതുപോലെ ഒരു സോഫ്റ്റ് ആയിട്ടുള്ള തുണിയൊന്ന് ഡിപ്പ് ചെയ്തതിന് ശേഷം മിക്സിയുടെ എല്ലാ വശവും ഈ ഒരു രീതിയിലൊന്ന് അരിച്ചെടുക്കാൻ കേട്ടോ. അപ്പോൾ എത്ര കറി ഉണ്ടെങ്കിലും ഒത്തിരി സ്ട്രെസ് ചെയ്തിട്ട് നമ്മൾ ഉരക്കണ്ട. ജസ്റ്റ് നമ്മളിതുപോലെ സോഫ്റ്റ് ആയിട്ടുള്ള എന്തെങ്കിലും വെച്ചിട്ട് ഒന്ന് അരിച്ചെടുത്താൽ മാത്രം മതി. പെട്ടെന്ന് തന്നെ നമുക്ക് ആ ഒരു അഴുക്കൊക്കെ പോയി കിട്ടും കേട്ടോ. അപ്പോൾ ഞാനിതാ ഉണങ്ങിയ തുണി വെച്ചിട്ട് തുടച്ചതിന് ശേഷമുള്ളതാണ് നന്നായിട്ട് എനിക്ക് ആ മിക്സിയുടെ ഭാഗങ്ങളിൽ സൈഡുകളിലൊക്കെ ഉണ്ടായിരുന്ന അഴുക്കൊക്കെ പോയി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനി മിക്സിയൊക്കെ ഈ ഒരു രീതിയിൽ എല്ലാവരും ഒന്ന് ക്ലീൻ ചെയ്ത് നോക്കുക. ഇനി അടുത്ത ടിപ്പിലോട്ട് പോകാം. നമ്മുടെ നഖത്തിൻ്റെ ഈ സൈഡിലൊക്കെ ചെറുതായിട്ട് അഴുക്കൊക്കെ വന്ന് കളറൊക്കെ മങ്ങാറുണ്ട്. അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് നല്ലപോലെ ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റുന്നൊരു കിടിലൻ ടിപ്പാണ് ഞാൻ കാണിക്കുന്നത്. അപ്പോൾ ബാലൻസ് വന്നിട്ടുള്ള ഈ ഒരു പേസ്റ്റിൻ്റെ സൊല്യൂഷനിൽ ഞാൻ ഇതുപോലെ വിരലുകളൊന്ന് ഡിപ്പ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ സാധാരണയായിട്ട് നിങ്ങൾ പേസ്റ്റ് വെച്ചിട്ടൊന്ന് അരിച്ചെടുത്താൽ തന്നെ മതി. അപ്പോൾ ഞാൻ ഈ ഒരു സൊല്യൂഷൻ ബാലൻസ് ഉള്ളത് കൊണ്ടാണ് ഇങ്ങനെ ചെയ്തിട്ടുള്ളത്. എന്നിട്ട് ടൂത്ത് ബ്രഷ് വെച്ചിട്ട് നഖത്തിൻ്റെ എല്ലാ വശവും നന്നായിട്ടൊന്ന് അരിച്ചെടുക്കാം. അപ്പോൾ ഞാനിതാ നഖമൊക്കെ ഒന്ന് അരിച്ചെടുത്തതിന് ശേഷം കഴുകി എടുത്തിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും നല്ല പോലെ എനിക്ക് കളറായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി ഇന്നത്തെ അവസാനത്തെ ടിപ്പിലോട്ട് പോകാം. നമ്മുടെ കിച്ചണിലൊക്കെ ഉള്ള ഒരു പ്രശ്നമാണ് ഗ്യാസ് കുറ്റി വെക്കുന്ന ഭാഗത്ത് ഇതുപോലെ തുരുമ്പ് കട പോലെ ഉണ്ടാവുക എന്നുള്ളത്. അപ്പോൾ അത് കളഞ്ഞെടുക്കാൻ പറ്റുന്നൊരു കിടിലൻ ടിപ്പാണ് ഇന്നത്തെ എൻ്റെ അവസാനത്തെ ടിപ്പ്. ഈ തുരുമ്പ് കറ പോലെയുള്ള ഭാഗത്ത് ഞാൻ ബാക്കിയുള്ള പേസ്റ്റിൻ്റെ സൊല്യൂഷൻ ഒന്ന് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാനത് ആദ്യമേ റെഡിയാക്കി വെച്ചിട്ടുള്ള ആ ഒരു സൊല്യൂഷൻ വെച്ചിട്ട് തന്നെയാണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഒരുപാട് പേസ്റ്റ് ഒന്നും നമുക്ക് വേണ്ട, വളരെ കുറഞ്ഞ പേസ്റ്റ് കൊണ്ടാണ് ഇത്രയും കാര്യങ്ങൾ ഞാൻ ചെയ്തിട്ടുള്ളത്. ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഞാൻ ചകിരിയുടെ സ്ക്രബ്ബർ ഉണ്ടല്ലോ അത് വെച്ചിട്ടാണ് ഞാൻ ഈ വരച്ചെടുക്കുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും ആ ഒരു പേസ്റ്റിൻ്റെ കളറൊക്കെ നല്ലപോലെ ചേഞ്ച് ആയിട്ടുണ്ട്. അഴുക്കൊക്കെ നന്നായിട്ട് തന്നെ നീങ്ങി കിട്ടുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതുപോലെ നമ്മൾ ക്ലീൻ ചെയ്തെടുക്കുകയാണെങ്കിൽ വളരെ കുറച്ച് സമയം മതി, ഒത്തിരി സ്ട്രെസ് ചെയ്യേണ്ടതൊന്നും ആവശ്യമില്ല. മാത്രമല്ല ആ ഒരു കറ പിടിച്ച ഭാഗം നല്ലപോലെ നമുക്ക് നീറ്റായിട്ട് കിട്ടുകയും ചെയ്യും. ഇതിലേക്ക് ഞാൻ സോപ്പോ ലിക്വിഡോ ഒന്നും ആഡ് ചെയ്തിട്ടില്ല. ആ ഒരു പേസ്റ്റിൻ്റെ സൊല്യൂഷൻ വെച്ചിട്ട് മാത്രമാണ് കേട്ടോ ഞാൻ ക്ലീൻ ചെയ്തെടുത്തിട്ടുള്ളത്.
അപ്പോൾ ഇത് നന്നായി വരച്ചെടുത്തതിന് ശേഷം ഞാനൊരു തുണി വെച്ചിട്ട് ഇത് നന്നായിട്ട് തന്നെ ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും ഈ ഒരു ഭാഗത്ത് എനിക്ക് 2 സർക്കിൾ ഷേപ്പിൽ ആ ഒരു ഗ്യാസ് കുറ്റി വെച്ച ഭാഗത്ത് തുരുമ്പ് പിടിച്ച പോലെ അടയാളം ഉണ്ടായിരുന്നു. അതെല്ലാം എനിക്ക് നല്ല രീതിയിൽ ക്ലീൻ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ഇനി തുരുമ്പുകാരൊക്കെ ഉണ്ടെങ്കിൽ ഈ ഒരു രീതിയിൽ എല്ലാവരും ഒന്ന് ക്ലീൻ ചെയ്ത് നോക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുള്ളായി കാണുമെന്ന് വിചാരിക്കുന്നു. ഇത്രയും നേരം എൻ്റെ വീഡിയോസ് കണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാ കൂട്ടുകാർക്കും ഹൃദയം നിറഞ്ഞ നന്ദി. ഇൻഷാ അല്ലാഹ് അടുത്തൊരു കിടിലൻ വീഡിയോസുമായിട്ട് ഞാൻ വീണ്ടും വരാം. താങ്ക്സ് ഫോർ വാച്ചിങ്.